ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ നമ്മുടെ 7ാം ക്ലാസ് SCERT അടിസ്ഥാന ശാസ്ത്ര പുസ്തകത്തിലെ 5ാമത്തെ ചാപ്റ്ററായ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്ന പാഠഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഒരു കുടുംബം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അതിലെ കുട്ടി പറയുക, അച്ഛാ, ഇതെന്തിനാ പല വസ്തുക്കൾ ഈ പലഹാരത്തിൽ കൂട്ടിക്കലർത്തിയത്? ഇതിൽ ചിലത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അച്ഛൻ പറയുകയാണ്, പലഹാരത്തിന്റെ ഈ പ്രത്യേകതയാണ് മോനെ പിന്നീട് അതിന്റെ പേരായി മാറിയത്. ആ പയ്യൻ കഴിക്കുന്ന ആഹാരം എന്താണ്? മിക്സ്ചർ ആണ് അല്ലേ? മിക്സ്ചർ ആണ് ആ പയ്യൻ കഴിക്കുന്നത്. അപ്പൊ പല വസ്തുക്കളുടെ കൂട്ടായ്മയാണ് ശരിക്കും ഈ മിക്സ്ചർ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന മിക്സ്ചറിന്റെ മാത്രമല്ല, മറ്റ് എന്ത് കാര്യങ്ങളാണേലും അല്ലെ, പല കാര്യങ്ങളും. ഇപ്പൊ നമ്മുടെ മണ്ണ് ഒരു മിക്സ്ചർ ആണ് അല്ലെ. അതില് എന്തൊക്കെ ഉണ്ടാവാം? ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട് അല്ലെ, പലതരം കല്ലുകളുണ്ട് അല്ലെ, അവസാദ ശിലകൾ പൊടിഞ്ഞത്, പിന്നെന്താണ്, പാറക്കല്ലുകൾ, ഇഗ്നിയസ് റോക്സ് അല്ലെ. അങ്ങനെ പല പല കാര്യങ്ങളും ഒരുമിച്ച് ചേർന്ന് കിടക്കുകയാണ്. അപ്പോ വൈവിധ്യമാർന്ന ഇത്തരം വസ്തുക്കൾ നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുമുണ്ട്. ആഹാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നിരവധി വസ്തുക്കളെക്കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ കൃഷി, ആരോഗ്യം, നിർമ്മാണം തുടങ്ങിയ മേഖലകളിലൊക്കെയായി പല വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് പുതിയ വസ്തു ഉണ്ടാക്കുന്നതും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ. കോൺക്രീറ്റില് ഇവിടെ ഉദാഹരണം തന്നിരിക്കുകയാണ്. കോൺക്രീറ്റില് നമ്മൾ പല വസ്തുക്കള് ചേർത്ത് ഒരു പുതിയ വസ്തു ആക്കി മാറ്റുകയാണ് അല്ലെ. സിമന്റ്, മണല് എല്ലാം നമ്മളൊരു തോതില്, ഒരു ഇന്ന തോതില് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ കോൺക്രീറ്റ് മിശ്രിതം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കമ്പോസ്റ്റ് അല്ലെ, ജൈവ വസ്തുക്കള്, പലതരം ജൈവ വസ്തുക്കള് നമുക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, മിക്സ്ചർ എന്നിവയുടെ പ്രത്യേകതകൾ എന്താണ്? ഇവയെല്ലാം തന്നെ ഒറ്റ വസ്തുക്കൾ മാത്രമല്ല, പലതരം വസ്തുക്കൾ ഒരുമിച്ച് എന്താണ്, ഒരു ഇത്ര റേഷ്യോയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നാണ് ഇവയെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കഴിക്കുന്ന വസ്തുക്കളിൽ മറ്റ് ഉദാഹരണങ്ങൾ അച്ചാറ് കേട്ടോ, അച്ചാറ്, പിന്നെന്താണ്, സാലഡ്. അപ്പൊ ഇതെല്ലാം മിക്സ്ചർ തന്നെയാണ്. അപ്പോൾ വിവിധ വസ്തുക്കളെ പല രീതിയിൽ ചേർത്താണ് നമ്മൾ ഈ ആഹാര വസ്തുക്കൾ, ഈ സാലഡും അച്ചാറും ഒക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ നിത്യേന കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളും ഇതുപോലെ പല വസ്തുക്കൾ ചേർത്ത് ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോ ഈ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന വസ്തുക്കളായ ഉദാഹരണങ്ങളായ ഏതൊക്കെയാണ്? കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, മിക്സ്ചർ, സാലഡ്, മാങ്ങ അച്ചാറ്. ഇതിലെല്ലാം ഒന്നിലധികം ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് ഇവയൊക്കെ നമുക്ക് മിശ്രിതങ്ങൾ എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പൊ മിശ്രിതം എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. അപ്പോൾ നമ്മൾ ഈ കുടിക്കുന്ന നമ്മുടെ നാരങ്ങ വെള്ളം എല്ലാം ഒരു മിശ്രിതമാണ് അല്ലെ. പിന്നെന്താണ്, നമ്മുടെ കഞ്ഞിവെള്ളം ഒരു മിശ്രിതമാണ്, വെള്ളവും സ്റ്റാർച്ചും അല്ലെ. അങ്ങനെ പലതരം മിശ്രിതങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. നമ്മുടെ സോപ്പ് വെള്ളം അല്ലെ, അതും ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ പലതരം മിശ്രിതങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അതിൽ ചില മിശ്രിതങ്ങളിൽ ഒരു പദാർത്ഥം മറ്റൊന്നിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതും, അത്തരം മിശ്രിതങ്ങളെ നമുക്ക് ലായനികൾ എന്ന് വിളിക്കാനും സാധിക്കും. ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നാണ് ലായനികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ലീനം എന്ന് പറയുന്നത് നമ്മൾ അലിയിച്ചെടുക്കുന്ന സാധനമാണ്. എന്ത് വസ്തുവിലാണ് അലിയിക്കുന്നത് അതാണ് ലായകം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനിയില് ലീനം എന്ന് പറയുന്നത് എന്താണ്? ലീനം എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. ലായകം അവിടെ ജലമാണ് അല്ലെ. അപ്പോ ലായനികളിലും വൈവിധ്യമുണ്ട്. വാതകം ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനികളും ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനികളും ഉണ്ട്. പല്ലേഡിയം എന്ന ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാകുന്ന ലായനി ഒരു ഖരവാതക ലായനിയാണ്. ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം, പിച്ചള
വെങ്കലം തുടങ്ങിയ ലോഹസങ്കരങ്ങൾ ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ച ലായനികളാണ്. ഇത് നേരത്തെ PSC ഒരു ചോദ്യം തന്നിട്ടുണ്ടായിരുന്നു. സ്വർണം ലായനിയാണോ അതോ മറ്റെന്തെങ്കിലും വസ്തുവാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ലായനിയാണ് കേട്ടോ, സ്വർണ്ണ ലായനിയാണ്. അപ്പൊ 916 സ്വർണം എന്നത് കേട്ടിട്ടില്ലേ? 1000 ഗ്രാം സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി 916 ഗ്രാം സ്വർണവും 84 ഗ്രാം മറ്റു ലോഹങ്ങളും വെള്ളിയും ചെമ്പുമാണ് ഈ മറ്റു ലോഹങ്ങൾ. അതും ചേർത്ത് ഉണ്ടാക്കുന്ന സ്വർണത്തെയാണ് നമ്മൾ 916 സ്വർണം എന്ന് പറയുന്നത്. ഇതൊരു ഖരലായനിയാണ്. അപ്പൊ ലീനവും ഖരമാണ്, ലായകവും ഖരമാണ്. അപ്പോൾ നമുക്ക് പഞ്ചസാര വെള്ളം, ഉപ്പ് ലായനി, ചോക്കുപൊടി കലർത്തിയ വെള്ളം, അങ്ങനെ പല രീതിയിൽ നമുക്ക് മിശ്രിതങ്ങൾ തയ്യാറാക്കി നമുക്ക് പഠിക്കാൻ പറ്റും. ഈ മിശ്രിതങ്ങളെല്ലാം ഒരുപോലെയാണോ? ഒരിക്കലും അല്ല, അല്ലേ? പഞ്ചസാര ലായനിയിലും ഉപ്പ് ലായനിയിലും സാമ്യത എന്ന് പറഞ്ഞാല് ഇവ നമ്മൾ കലക്കി എടുത്തു കഴിഞ്ഞാൽ പതുക്കെ അലിഞ്ഞ് ഈ പഞ്ചസാര തരികൾ അല്ലെങ്കിൽ ഉപ്പ് തരികൾ നമുക്ക് കാണാനാവാതെയാവും. ഈ ജലത്തിൽ തന്നെ ലയിച്ച് ചേരും. അതായത് ജലത്തിന്റെ കണികൾക്കിടയിൽ ഇതിന്റെ നമ്മുടെ ഈ പഞ്ചസാരയുടെ ഉപ്പിന്റെ ഒക്കെ കണികൾ ഈ ജലത്തിന്റെ കണികളുടെ ഇടയിൽ കയറും. അപ്പൊ അതിനെ കാണാൻ സാധിക്കില്ല. അതേസമയം നമ്മുടെ ഈ ചോക്കുപൊടി കലർന്ന വെള്ളത്തിൽ എന്താണ്, അത് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചോക്കുപൊടി അതിലേക്ക് ഇങ്ങനെ അടിയും. മറ്റേതുപോലെ ഒരു ജലം പോലെ കിടക്കത്തില്ല. അപ്പോൾ ഏകാത്മക മിശ്രിതങ്ങളും ഭിന്നാത്മക മിശ്രിതങ്ങളും എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അത്തരം മിശ്രിതമാണ് ഏകാത്മക മിശ്രിതം. ഒരു മിശ്രിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവമാണ് കാണിക്കുന്നതെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളം, ഉപ്പ് ഇളക്കി അലിയിക്കാത്ത വെള്ളം എന്നിവ ഒരേ തരം മിശ്രിതങ്ങളാണോ? ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളത്തില് മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവം തന്നെയായിരിക്കും കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളം എന്താണ്? ഏകാത്മക മിശ്രിതമാണ്. അതേസമയം ഈ ഉപ്പ് അലിയിച്ചെടുക്കാത്ത വെള്ളത്തില് രണ്ടും വെള്ളമായിട്ടും ഉപ്പ് തരികളായിട്ടും തന്നെ കാണും. അപ്പോൾ അത് ഭിന്നാത്മക മിശ്രിതം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അപ്പോൾ എന്താണ് നമ്മുടെ ചോക്കുപൊടി, അല്ലെ? ചോക്കുപൊടിയും വെള്ളവും ആ നമ്മൾ കലക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ മിക്സ് ആയിട്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ വെക്കുമ്പോഴത്തേനും അത് രണ്ടും സെപ്പറേറ്റ് ആവും. അത് ഭിന്നാത്മക മിശ്രിതമാണ്, അല്ലെ? അപ്പോൾ ഏകാത്മക മിശ്രിതമാണ് നമ്മുടെ ഉപ്പുവെള്ളവും പഞ്ചസാര വെള്ളവും ഒക്കെ. കാരണം ഉപ്പ് വെള്ളത്തിൽ പൂർണ്ണമായി ലയിക്കും, മിശ്രിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ ഘടന നിലനിർത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പഞ്ചസാരയുടെ കാര്യവും. ഉപ്പിന്റെ കണികൾ പഞ്ചസാരയുടെ കണികൾ ഒന്നും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. അതേസമയം അലിയിക്കാത്ത വെള്ളമാണെങ്കിലും എന്താണ്, അത് ഭിന്നാത്മക മിശ്രിതമാണ്, ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. ഉപ്പിന്റെ കണികൾ വെള്ളത്തിൽ അടിയുകയും മിശ്രിതത്തിന്റെ ഘടന എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ അല്ലാതിരിക്കുകയും ചെയ്യുന്നു. ഉപ്പിന്റെ കണികകൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. ചോക്കുപൊടിയും വെള്ളവും ചേർന്ന മിശ്രിതത്തിലാകട്ടെ ചോക്കുപൊടി വെള്ളത്തിൽ പൂർണ്ണമായി ലയിക്കില്ല. അതുകൊണ്ട് തന്നെ ചോക്കിന്റെ കണികകൾ വെള്ളത്തിൽ അടിയുകയും മിശ്രിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ ഘടന നിലനിർത്താതിരിക്കുകയും ചെയ്യുന്നു. ഓക്കെ. കമ്പോസ്റ്റ് വളം, കോൺക്രീറ്റ്, മിക്സ്ചർ എന്നിവയുടെ തരംതിരിവ് അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഏകാത്മക മിശ്രിതമാണോ ഭിന്നാത്മക മിശ്രിതമാണോ എന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. കമ്പോസ്റ്റ് വളം ഭിന്നാത്മക മിശ്രിതമാണ്. കാരണം എന്താണ്, ഇവയിൽ പലതരം ജൈവവസ്തുക്കളാണ് അടങ്ങിയിരിക്കുന്നത്. അവയൊക്കെ തന്നെ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കും. കോൺക്രീറ്റ് എന്താണ്, ഭിന്നാത്മക മിശ്രിതമാണ്. സിമെന്റും മണലും ചരലും വെള്ളവും ഇവയുടെയൊക്കെ കണികകൾ നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. നാം കഴിക്കുന്ന മിക്സ്ചർ ആണെങ്കിലും അതും ഭിന്നാത്മക മിശ്രിതം തന്നെയാണ്. കടല, അവല്, കായ വറുത്തത്, ഇതെല്ലാം പല ഘടകങ്ങൾ നമുക്ക് വേർതിരിച്ച് തന്നെ അറിയാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ മിശ്രിതങ്ങൾ നിത്യജീവിതത്തിൽ നമ്മുടെ ഭക്ഷണത്തിലും ഇതുപോലെ തന്നെ മിക്സ്ചർ ആണ് വരുന്നത്, അല്ലെ? പലതരം വസ്തുക്കൾ നമ്മൾ ഒരുമിച്ച് ചേർത്താണ് ഭക്ഷണങ്ങൾ
ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വായുവിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട്? നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, മറ്റുള്ള ഗ്യാസസ്, ആർഗൺ, ഹീലിയം തുടങ്ങിയവയൊക്കെ. അപ്പോൾ നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വായുവിലെ ഘടകം. അപ്പോൾ 78% നൈട്രജൻ ഉള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് ആകട്ടെ 0.04% മാത്രം. ഓക്സിജൻ 21% രണ്ടാം സ്ഥാനത്താണ്. മറ്റുള്ള ഗ്യാസുകളെല്ലാം കൂടെ ചേർന്ന് 0.96% മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ശ്വസനം, പ്രകാശ സംശ്ലേഷണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ വായുവിലെ ഏതൊക്കെ ഘടകങ്ങളെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? ശ്വസനം നമ്മുടെ ഓക്സിജനെയാണ്, അല്ലെ? ഓക്സിജനാണ് ആവശ്യം വരുന്നത്. അതേസമയം പ്രകാശ സംശ്ലേഷണം വരുമ്പോഴോ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായി വരുന്നത്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ വിവിധ വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവ അന്തരീക്ഷ വായുവിൽ കലരുന്നത് വായുവിന്റെ സന്തുലനാവസ്ഥയെ ബാധിക്കുകയും മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ഇടപെടലുകൾ വായുവിന്റെ ഘടകങ്ങളുടെ സന്തുലനാവസ്ഥയെ ബാധിക്കാതെ സംരക്ഷിക്കേണ്ടത് ആവശ്യകത നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ പഞ്ചസാര ലായനിയിൽ ജലവും പഞ്ചസാരയും ഉണ്ട്. എന്നാൽ ജലത്തിൽ ലയിച്ചു ചേർന്ന് പഞ്ചസാര നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഈ പഞ്ചസാര കാണാൻ സാധിക്കാത്തത്? നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, അല്ലേ? ഈ പഞ്ചസാരയുടെ കണികകൾ, മോളിക്യൂൾസ് നമ്മുടെ ജലത്തിന്റെ കണികൾക്കിടയിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ് നമുക്കത് കാണാൻ സാധിക്കാതെ. നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ. അപ്പോ ഈ പഞ്ചസാര ലായനിയിലെ ഒരു പ്രത്യേകത എന്താണ്? പഞ്ചസാരയുടെ കണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അല്ലെ? എന്നാൽ ആ ലായനിയിൽ എവിടുന്ന് നമ്മൾ അല്പം എടുത്ത് രുചിച്ചു നോക്കിയാലും മധുരം എല്ലായിടത്തും ഒരുപോലെ കാണുകയും ചെയ്യും. അപ്പോ പഞ്ചസാര വളരെ ചെറിയ തരികളായി മാറി ജലത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പോ തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ്. പഞ്ചസാര ലായനിയിൽ പഞ്ചസാര കാണാൻ കഴിയാതിരിക്കുകയും പഞ്ചസാരയുടെ ഗുണമായ മധുരം എല്ലാ ഭാഗത്തും ഒരുപോലെ കാണുന്നതിന്റെ രഹസ്യം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. കാരണം ജലത്തിന്റെ തന്മാത്രകൾക്കിടയിലേക്ക് നമ്മുടെ പഞ്ചസാരയുടെ കണങ്ങൾ, മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ കയറി ഇരിക്കുന്നതുകൊണ്ടാണ്, അതിനിടയിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ കണാദൻ എന്ന നമ്മുടെ ഒരു പുരാതന പണ്ഡിതനെ കുറിച്ച് പറയുകയാണ്. പുരാതന ഭാരതത്തിലെ തത്വചിന്തകരും പണ്ഡിതനുമായിരുന്നു കണാദൻ. BC 2-ാം ശതകത്തിലോ 6-ാം ശതകത്തിലോ ജീവിച്ചിരുന്നതായി അനുമാനിക്കുന്നു. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മ കണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുന്നതെന്ന് കണാദൻ വിശ്വസിച്ചു. സൂക്ഷ്മ കണങ്ങൾക്ക് പരമാണു എന്നാണ് അദ്ദേഹം പേര് നൽകിയത്. ഇപ്പോ പരമാണു എന്ന് പറയുന്നത് ആറ്റമാണ് കേട്ടോ, ആറ്റം. അപ്പൊ തന്മാത്രകൾ അടുത്തും അകന്നും. പദാർത്ഥങ്ങൾക്ക് ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഈ അവസ്ഥകളിൽ പദാർത്ഥങ്ങൾക്ക് സ്ഥിതി ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? തന്മാത്രകളെ അടിസ്ഥാനമാക്കി ചിന്തിച്ചാലോ, നമുക്ക് ചുറ്റും കാണുന്ന ഖരപദാർത്ഥങ്ങളിലും ദ്രാവകങ്ങളിലും വാതകങ്ങളിലും അവയുടെ തന്മാത്രകൾ എങ്ങനെയാണ് നിലകൊള്ളുന്നത്? അപ്പോൾ ഖരത്തില് എങ്ങനെയായിരിക്കാം തന്മാത്രകൾ നിലകൊള്ളുന്നത്? എല്ലാം അടുത്തടുത്തടുത്താണ് ഖരത്തില് തന്മാത്രകൾ വെച്ചിരിക്കുന്നത്. അതേസമയം ദ്രാവകത്തിലോ ഈ തന്മാത്രകൾ അത്ര അടുത്തല്ല, ഖരത്തിന്റെ പോലെ അത്ര അടുത്തല്ല ഇരിക്കുന്നത്, എങ്കിലും അടുത്താണ് താനും. പക്ഷെ ഇതിന്റെയൊക്കെ ഇടയിൽ കുറെ സ്പേസ് ഉണ്ട്. അതേസമയം വാതകത്തിലാണെങ്കിലോ ഈ തന്മാത്രകൾ ഒഴുകി നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അടുത്തിരിക്കുന്നത്? ഖരാവസ്ഥയിലാണ്. അതേസമയം ഒരു പദാർത്ഥത്തിന്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അകന്നിരിക്കുന്നത്? അത് വാതകാവസ്ഥയിലാണ്. ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത രൂപം ഉണ്ട്. അതേസമയം വാതകം, ദ്രാവകം എന്നിവയ്ക്ക് നിശ്ചിത ആകൃതിയില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് അത്ര അടുത്തല്ല തന്മാത്രകൾ ഇരിക്കുന്നത്. ഒരു പദാർത്ഥത്തിന്റെ 3 അവസ്ഥകളിലും അവയുടെ തന്മാത്രകൾ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ദ്രാവകങ്ങൾക്ക് ഒഴുകാൻ കഴിയും, അല്ലെ? വാതകങ്ങൾക്ക് അതിവേഗം വ്യാപിക്കാനും കഴിയും. ഖരപദാർത്ഥത്തിന് ഒഴുകാനോ വ്യാപിക്കാനോ കഴിയുന്നില്ല. കാരണം ഈ തന്മാത്രയുടെ ആ ഒരു അറേഞ്ച്മെന്റ് കാരണമാണ് ഈ ഒരു പ്രത്യേകതകൾ ഈ അവസ്ഥകൾക്കെല്ലാം കിട്ടുന്നത്. അപ്പോൾ ആറ്റങ്ങൾ എന്താണ്? പരമാണു. തന്മാത്രകളെക്കാൾ ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ.
ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത്. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാണ് ഒരു ജലതന്മാത്ര ഉണ്ടാകുന്നത്. 12 കാർബൺ ആറ്റങ്ങളും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നതാണ് ഒരു പഞ്ചസാര തന്മാത്ര. ഓക്കെ. ശുദ്ധപദാർത്ഥങ്ങൾ എന്താണ്? ശുദ്ധപദാർത്ഥങ്ങൾ ഇതുവരെ നമ്മൾ മിക്സ്ചർ ഒക്കെ ആയിരുന്നു പറഞ്ഞത് അല്ലെ? പലതരം പദാർത്ഥങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ശുദ്ധപദാർത്ഥം എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ്. ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടായ പദാർത്ഥങ്ങളാണ് ശുദ്ധപദാർത്ഥങ്ങൾ. മിശ്രിതങ്ങളിൽ വ്യത്യസ്ത തന്മാത്രകൾ ഉണ്ടായിരിക്കും. മാലിന്യമില്ലാത്ത ജലം ഒരു ശുദ്ധപദാർത്ഥമാണ്. അപ്പോ മറ്റെന്തൊക്കെ ശുദ്ധപദാർത്ഥങ്ങൾ ഉണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ്, ഇരുമ്പ്, ചെമ്പ്, കാർബൺ, ശുദ്ധജലം, ഓക്സിജൻ, ഹൈഡ്രജൻ തുടങ്ങിയവയൊക്കെ തന്നെ പ്യൂറസ്റ്റ് ഫോം തന്നെയാണ്, ശുദ്ധ പദാർത്ഥങ്ങളാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. കഞ്ഞിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ജലം, ഉപ്പ് അല്ലെ, അന്നജം, അരി അല്ലെ, അതൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശുദ്ധപദാർത്ഥമാണോ മിശ്രിതമാണോ? മിശ്രിതമാണ്. പെൻസിൽ, ഗ്രാഫൈറ്റ്, അതിൽ ഗ്രാഫൈറ്റ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്, അത് ശുദ്ധപദാർത്ഥമാണ്. പഞ്ചസാരയിൽ എന്താണ്? പഞ്ചസാര തരികളാണ്, അതൊരു ശുദ്ധപദാർത്ഥമാണ്. അല്ല, ശുദ്ധപദാർത്ഥമാണോ? അല്ല, കാരണം അതൊരു മിശ്രിതം തന്നെയാണ്. കാർബൺ, പിന്നെന്താണ്, ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങിയവയുടെ ഒരു മിക്സ്ചറാണ്. പിന്നെ വന്നിരിക്കുന്നത് എന്താണ്? സോഡാവെള്ളം. സോഡാവെള്ളം എന്താണ്? എന്തുകൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും, കാർബോണിക് ആസിഡ് ആണ്. അപ്പോൾ അതൊരു മിക്സ്ചർ തന്നെയാണ്. പിന്നെ സംഭാരം, ജലം, ഉപ്പ്, മറ്റ് പദാർത്ഥങ്ങൾ, അതും ഒരു മിശ്രിതമാണ്. ശുദ്ധജലം എന്താണ്? അതൊരു ശുദ്ധപദാർത്ഥം തന്നെയാണ്. പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. പൊട്ടാഷ്യം പെർമാംഗനേറ്റോ? അതൊരു ശുദ്ധപദാർത്ഥമാണ് അല്ലെ? സ്വർണ്ണാഭരണം, സ്വർണം, വെള്ളി, ചെമ്പ്, അതൊരു മിശ്രിതമാണ്. നമ്മൾ പറഞ്ഞിരുന്നത് 916 ഗോൾഡ് അല്ലെ? സ്വർണം, വെറും സ്വർണം എന്ന് പറയുന്നത് ശുദ്ധപദാർത്ഥമാണ്. ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ശുദ്ധപദാർത്ഥമാണോ? ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ പാൽ, ശുദ്ധമായ നെയ്യ് എന്നിങ്ങനെയൊക്കെയുള്ള പരസ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ശുദ്ധമായത് എന്ന വാക്ക് ശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്നത് പരസ്യത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല. ശുദ്ധമായ വെളിച്ചെണ്ണ എന്നാൽ അതിൽ മറ്റെണ്ണയോ ഘടക പദാർത്ഥങ്ങളോ അടങ്ങിയിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ വെളിച്ചെണ്ണ മറ്റ് പല ഘടകങ്ങളുടെയും തന്മാത്രകൾ അടങ്ങിയ ഒരു ഏകാത്മക മിശ്രിതമാണ്. അപ്പോ ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടിക്കലർന്നവയാണ് മിശ്രിതങ്ങൾ. ഇപ്പൊ കല്ല് കലർന്ന അരി, മണലും ഇരുമ്പുപൊടിയും കലർന്നത്, ഇതൊക്കെ തന്നെ എന്താണ്? മിശ്രിതങ്ങളാണ്. ഓക്കെ. അപ്പോ അരിയും കല്ലും ഒരേ നിറത്തിലാണോ? അവയ്ക്ക് ഒരേ ആകൃതിയും വലിപ്പവുമാണോ? അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം പെറുക്കി മാറ്റി നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കും അല്ലെ? ഇവയിൽ ഏത് മിശ്രിതത്തിലെ ഘടകങ്ങളെയാണ് കൈകൊണ്ട് പെറുക്കി മാറ്റാൻ സാധിക്കുന്നത്? അരിയും കല്ലും നമുക്ക് പെറുക്കി മാറ്റാൻ സാധിക്കും. അതേപോലെ മണലും ഇരുമ്പുപൊടിയും കലർന്നത് നമുക്ക് അങ്ങനെ കൈകൊണ്ടൊന്നും പെറുക്കി മാറ്റാൻ സാധിക്കില്ല. കല്ലിന് അരിയുടെ അതേ വലിപ്പവും നിറവും ആയിരുന്നെങ്കിൽ പെറുക്കി മാറ്റാൻ സാധിക്കുമോ? അതേ നിറവും ആകൃതിയും ആണെങ്കിൽ നമുക്ക് പറ്റത്തില്ല അല്ലെ? അങ്ങനെ എടുത്തു മാറ്റാൻ സാധിക്കില്ല. ഇരുമ്പുപൊടി മണലിൽ നിന്ന് കൈകൊണ്ട് പെറുക്കിയെടുക്കാനും കഴിയില്ല. ഇരുമ്പുപൊടിയുടെ മറ്റെന്തെങ്കിലും ഒരു സവിശേഷത പ്രയോജനപ്പെടുത്തി നമുക്ക് മണലിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുമോ? കഴിയുമല്ലേ? മാഗ്നറ്റിസം, കാന്തം. ഒരു കാന്തം ഉപയോഗിച്ച് നമുക്ക് ഈ മിക്സ്ചറിന്റെ മുകളിൽ കൂടെ നമുക്ക് ഈ കാന്തം ഒന്ന് ഓടിച്ചാൽ നമുക്ക് ഈ ഇരുമ്പുപൊടിയെ ആ കാന്തത്തിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ? കാന്തത്തിലേക്ക് ഒട്ടിപ്പിടിക്കും ഇരുമ്പുപൊടി. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അതിനെ വേർപെടുത്തി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവ സവിശേഷതകളാണ് അവയുടെ വേർതിരിക്കൽ പ്രക്രിയയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്. ചായയിൽ നിന്ന് ചായപ്പൊടി വേർതിരിക്കാൻ എന്താണ് ചെയ്യുന്നത്? നമുക്ക് അരിപ്പ കൊണ്ട് അരിച്ചെടുക്കാൻ സാധിക്കും. അരി വേവിക്കുന്നതിന് മുന്നേ കഴുകുമ്പോൾ അരിയിൽ നിന്ന് ചെറിയ കല്ലുകൾ ഏത് മാർഗത്തിലൂടെയാണ് നീക്കം ചെയ്തത്? നമുക്ക് പെറുക്കിയെടുത്ത് കളയാൻ സാധിക്കും അല്ലെ? കലങ്ങിയ വെള്ളം ശുദ്ധീകരിക്കുന്നത് ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ്? ആക്ടിവേറ്റഡ് കാർബണിലൂടെ കടത്തിവിട്ട് സാധിക്കും, അല്ലെങ്കിൽ നല്ല ഫിൽട്രേഷൻ മെത്തേഡ്സുകൾ, മണല്, കരി, ചരല്, ഇതിൽ കൂടെ എല്ലാം ഇതിനെ കടത്തിവിട്ട്, ഈ കലക്കവെള്ളം കടത്തിവിട്ട് നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കും അല്ലെ? അപ്പോ ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് എങ്ങനെ വേർതിരിക്കുന്നു? ഈ വെള്ളത്തിനെ ഇവാപ്പറേറ്റ് ചെയ്യിച്ചിട്ടാണ് അല്ലെ? സൂര്യപ്രകാശത്തിൽ ഈ വെള്ളം നീരാവിയായി രക്ഷപ്പെടുമ്പോൾ അവിടെ ആ ജലത്തിലെ ഉപ്പ് കുന്നുകൂടുന്നു.
മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കുന്നു നമ്മുടെ കാന്തം ഉപയോഗിച്ച്. നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്നു എങ്ങനെയാണ്? കാറ്റ് ഉപയോഗിച്ചിട്ടല്ലേ? പതിര് പറന്നു പോകും. തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നു എങ്ങനെയാണ്? കടഞ്ഞെടുക്കുകയാണ്. അപ്പോ ഘടക വസ്തുക്കളുടെ സ്വഭാവം അനുസരിച്ച് വേർതിരിക്കലിന്റെ രീതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ശരീരത്തിനുള്ളിലെ മാലിന്യ വേർതിരിക്കൽ പ്രക്രിയയാണ്. ശരീരത്തിൽ രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളാണ് എന്ത്? നമ്മുടെ വൃക്കകൾ. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമാണുള്ളത്. ഈ രക്തം നിരന്തരമായി നമ്മുടെ വൃക്കകളിൽ കൂടി അരിക്കലിന് വിധേയമാകുന്നു. ഇത് ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന വേർതിരിക്കൽ പ്രക്രിയയാണ്. വൃക്കകൾക്ക് തകരാർ സംഭവിച്ചാൽ ഈ അരിക്കൽ പ്രക്രിയ കുറഞ്ഞ രോഗി ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇത്തരം രോഗികളെ സഹായിക്കുന്നത് കൃത്രിമ അരിക്കൽ പ്രക്രിയയായ ഡയാലിസിസ് വഴിയാണ്. ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും നാം നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മിശ്രിതങ്ങളുടെയും ശുദ്ധപദാർത്ഥങ്ങളുടെയും സവിശേഷതകളും ഉപയോഗങ്ങളും മനസ്സിലാക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും. ദൈനംദിന ജീവിതം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമുക്കിത് പ്രയോജനം ചെയ്യുന്നത്. മാത്രമല്ല, ആവശ്യമായ സന്ദർഭങ്ങളിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനും വിവിധ വസ്തുക്കൾ വേർതിരിച്ചെടുക്കാനും നമുക്ക് സാധിക്കും.